എല്ലാ മാന്യപ്രേക്ഷകർക്കും കൊളാർസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് സൗദി ഗവൺമെന്റ് വിദേശികളുടെ ആശ്രിതരുടെ മേലിൽ പുതുതായി ഏർപ്പെടുത്തിയ ലെവിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദി മന്ത്രിസഭ പാസാക്കിയ നിയമമനുസരിച്ച് രാജ്യത്തെ വിദേശികളുടെ മുഴുവൻ ആശ്രിതരുടെ മേലിലും പ്രത്യേകമായി ലെവി കഴിഞ്ഞ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഓരോ വിദേശിയുടെ ആശ്രിതനും മാസം തോറും 100 റിയാൽ വീതം സർക്കാരിന് നൽകണമെന്നാണ് പുതിയ ഉത്തരവ്. ഇത് അടുത്ത 2018 ജൂലൈ മുതൽ 200 റിയാലായും 2019 ജൂലൈ മുതൽ 300 റിയാലായും 2020 ജൂലൈ മുതൽ 400 റിയാലായും ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രാജ്യത്തെ മുഴുവൻ വിദേശികളായ തൊഴിലാളികളുടെ പേരിലും 2018 ജനുവരി മുതൽ 400 റിയാൽ നൽകണമെന്ന് സൗദി മന്ത്രിസഭ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഥവാ സ്വദേശികളെക്കാൾ വിദേശികൾ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ തങ്ങളുടെ ഓരോ വിദേശീയ തൊഴിലാളികളുടെ മേലിലും 400 റിയാലും, വിദേശികളെക്കാൾ സ്വദേശികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ തങ്ങളുടെ തൊഴിലാളികളുടെ മേലിൽ 300 റിയാലും നൽകണമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2019 ഇപ്രകാരം ഇത് 600 റിയാലായും വിദേശികളെക്കാൾ സ്വദേശികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ 500 റിയാലും നൽകേണ്ടി വരും. 2020 ഓരോ വിദേശ തൊഴിലാളികളുടെ പേരിലും തൊഴിലുടമകൾ 800 റിയാലും, കൂടുതൽ സ്വദേശികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലുടമകൾ 700 റിയാലും നൽകണമെന്നാണ് സൗദി മന്ത്രിസഭ ഉത്തരവ് നൽകിയിരിക്കുന്നത്. സൗദിയിലെ വിദേശികളുടെ ആശ്രിതരുടെ മേലിൽ ഏർപ്പെടുത്തിയ ലെവിയിലൂടെ വരുന്ന 2020 ആകുമ്പോഴത്തേക്കും 27 ബില്യൺ റിയാലിന്റെ വരുമാനമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതുപോലെ തന്നെ വിദേശികളായ തൊഴിലാളികളുടെ മേലിൽ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ലെവിയിലൂടെ ഏകദേശം 84 ബില്യൺ റിയാലിന്റെ വരുമാനം വർഷത്തിലുണ്ടാവുമെന്ന് കണക്കാക്കുന്നു. പ്രകാരം ഒന്ന് വരുമാന മാർഗം, മറ്റൊന്ന് വിദേശികളെ നിയമിക്കുന്നതിൽ സ്വദേശികളെ നിരുത്സാഹപ്പെടുത്തുകയും പകരം സ്വദേശികളെ നിയമിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പല നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടും പല തൊഴിലുടമകളും സ്വദേശികളെ നിയമിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്ന വ്യാപകമായ പരാതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വിദേശികളെ നിലനിർത്തുന്ന ചെലവ് വർദ്ധിപ്പിക്കുക എന്ന് സർക്കാർ തീരുമാനിക്കുകയും ഇത്തരത്തിൽ ലെവിയും മറ്റു ചെലവുകളും ഏർപ്പെടുത്തി വിദേശികളെ നിയമിക്കുന്നതിൽ നിരുത്സാഹപ്പെടുത്തുകയും സ്വദേശികളെ നിയമിക്കാൻ തൊഴിലുടമകളെ നിർബന്ധിക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ലെവി കൊണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട്. ഇനി ഈ ലെവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആശ്രിത ലെവി ഓരോ ആശ്രിതരുടെ പേരിലും മാസം തോറും 100 റിയാൽ വീതമാണ് നൽകേണ്ടത്. 2017 ജൂലൈ 1 മുതൽ ഇക്കാമ പ്രാബല്യത്തിൽ വരുന്ന അതുവരെയുള്ള കാലം കണക്കാക്കിയാണ്, സമയപരിധി കണക്കാക്കിയാണ് ലെവി അടയ്ക്കേണ്ടത്. ലെവി നൽകാതെ ഇക്കാമ പുതുക്കാനോ പുതിയ ഇക്കാമ ലഭിക്കാനോ എക്സിറ്റ് റീ എൻട്രി പോലുള്ള സേവനങ്ങൾ ലഭ്യമാവില്ല. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ ആശ്രിതർക്ക് ഈ ലെവി ബാധകമാവില്ല. അതുപോലെ മറ്റൊരു കാര്യം, നവജാത ശിശുക്കൾക്ക് പോലും ഈ സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക ഫീസ് നൽകേണ്ടതുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്താലും എടുത്തില്ലെങ്കിലും ജനിച്ചത് മുതലുള്ള തീയതി കണക്കാക്കി ലെവി നൽകാതെ സർക്കാരിന്റെ സേവനങ്ങൾ ലഭ്യമാവില്ല. റീ എൻട്രി വിസ ലഭിക്കുന്നതിന് ചെയ്യേണ്ടത്, റീ എൻട്രി വിസയ്ക്കുള്ള ജവാസാത്ത് വ്യക്തമാക്കിയതനുസരിച്ച് ആദ്യം റീ എൻട്രി വിസയ്ക്കുള്ള തുക അടയ്ക്കുകയും പിന്നീട് എത്രയാണോ ലെവി നൽകേണ്ടത് ആ ലെവി സംഖ്യ നൽകുകയും ചെയ്താൽ മാത്രമേ റീ എൻട്രി വിസ ലഭിക്കുകയുള്ളൂ എന്ന് സൗദി ജവാസാത്ത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ബാങ്കുകളിലും ഇതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജവാസാത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പ്രവാസി തന്റെ ഭാര്യയെയും മക്കളെയും റീ എൻട്രി വിസയിൽ നാട്ടിലേക്ക് അയക്കുകയും പിന്നീട് അവരെ തിരിച്ചുകൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവർക്ക് ലെവി നൽകേണ്ടതില്ല എന്ന് സൗദി ജവാസാത്തിനെ ഉദ്ദേശിച്ച് സൗദിയിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്യേണ്ടത് റീ എൻട്രി വിസ കാലാവധി അവസാനിച്ച് 1 മാസം കഴിഞ്ഞ് സൗദി ജവാസാത്ത് ഓഫീസിൽ സമീപിച്ച് ഹറജ് വലം യായത് അഥവാ നാട്ടിലേക്ക് പോയി തിരിച്ചു വന്നില്ല എന്ന ഓപ്ഷൻ
സെലക്ട് ചെയ്ത് അവരുടെ മേലുള്ള ലെവി ഒഴിവാക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു പ്രവാസി തന്റെ കുടുംബത്തെ എക്സിറ്റിലാണ് നാട്ടിലേക്ക് വിടുന്നതെങ്കിൽ എക്സിറ്റിന് അപേക്ഷിക്കുന്ന കാലപരിധിക്കുള്ളിൽ ഉള്ള ലെവി മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം എക്സിറ്റ് വിസയിൽ രേഖപ്പെടുത്തുന്ന 2 മാസക്കാലം അല്ലെങ്കിൽ എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കാലത്തിനുള്ള ആ സമയപരിധിക്കുള്ള ലെവി കൂടെ നൽകേണ്ടി വരുമെന്ന് ജവാസാത്ത് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് സംബന്ധിക്കാം. നന്ദി.